പ്രാർത്ഥിച്ച അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയെ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ലോകം മുഴുവനും ഉണർന്നിരിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കള്, ഇന്ന് കടന്നു പോകുന്ന ഓരോ വഴികള്, ഓരോ ഉദ്യമങ്ങള്, ഓരോ ജീവിത ലക്ഷ്യങ്ങള്, അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സാന്നിധ്യം, സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി, ഈ മക്കളുടെ കൂടെ പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്നവരെ എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്ന, ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും അവർ പഠിച്ചിരിക്കുന്ന മനസ്സിൽ ഓർത്തിരിക്കാനും ഓർത്തിരിക്കുന്ന പരീക്ഷയെ പ്രതിഫലിപ്പിക്കുവാനും പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും, പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെയും
കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിങ്ങളുടെ കഴിവിൻ്റെ അപ്പുറം ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ചുകൊണ്ട് ഉന്നതമായ വിജയം കൈവരിക്കാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ജോലിയില്ലാത്തവർ, സാമ്പത്തിക കടങ്ങളിൽപ്പെട്ടിരിക്കുന്നവർ, കലഹങ്ങളുള്ളവർ, കുടുംബത്തിൽ പലതരത്തിലുള്ള വഴക്കുകളും അസമാധാനം നിലനിൽക്കുന്നവർ, രോഗികൾ, പീഡിതർ, ആശുപത്രിയിൽ നിന്ന് ഇതുവരെ പോരാത്തവർ, ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ, ടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവർ, കൾച്ചറിന് കൊടുത്തിരിക്കുന്നവർ, ബയോപ്സി കൊടുത്തിരിക്കുന്നവർ, കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ദൈവത്തിലെ ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുക്രിസ്തു നിന്നെ ആശീർവദിക്കുന്നു. നിൻ്റെ ജോലികൾ, വീടുകൾ, വിൽക്കാത്ത സ്ഥലങ്ങൾ, നഷ്ടപ്പെട്ട ജോലികൾ, ക്യാൻസലായ വിസകൾ എല്ലാം ഈശോ ഏറ്റെടുക്കുകയും നിൻ്റെ കുടുംബം നിലനിർത്തുകയും ചെയ്യട്ടെ. മക്കളില്ലാത്തവരെ ആസ്വദിക്കുന്നു, വിവാഹം ഒത്തുവരാത്തവരെ ആസ്വദിക്കുന്നു. റബ്ബറിൽ നിന്നും, കേര കർഷകരിൽ നിന്നും, മത്സ്യത്തൊഴിലാളികളിൽ നിന്നും, തൊഴിൽ നഷ്ടപ്പെട്ടവരെയും വരുമാനം കുറഞ്ഞു പോയവരെയും കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ നിന്നെ ആശീർവദിക്കും. ധൂർത്തപുത്രൻ്റെ കഥകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്തില്ലേ ഇല്ലേ? അപ്പോൾ അതിൻ്റെ അകത്തൊരു വാൽക്കഷ്ണം വന്നിട്ടുണ്ട്. ഇടയ്ക്കുള്ള അതായത് പ്രസവിച്ചില്ലേ, ധൂർത്തപുത്രൻ്റെ അയാൾ വന്നിട്ട് പറയണത് എന്താ? ആര്? ഇളയ മകൻ വന്നിട്ട് അപ്പനോട് പറയുന്നത് എന്താ? അങ്ങയുടെ ദാസൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ, അല്ലെ? അങ്ങനെ പറയണില്ലേ? അങ്ങനെ ഇപ്പോഴാണ് ദാസനാകാൻ പോണതേ. ലുക്ക 15:19 നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല, നിന്റെ ദാസരിൽ ഒരുവനായി. അപ്പൊ ഇനി മുതൽ പുള്ളിയെ ചെയ്യാൻ പോവുകയാണ്. എന്താണ്? നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അപ്പൊ അത് ഇനി മുതലാണ്. ഞാൻ ഇനി യോഗ്യനല്ല, അതുകൊണ്ട് ഇനി മുതൽ എന്നെ ദാസനെ സ്വീകരിക്കണമെന്നാണ്, അല്ലേ? പക്ഷെ ഇവിടെ വേറെ കാര്യമുണ്ടല്ലോ. ആദ്യം മുതൽ ദാസ്യ പേര് ചെയ്യണ ആളുണ്ടല്ലോ. അയാളെന്താ പറയണത്? മൂത്ത മകൻ 15:29 വായിച്ച് ലുക്ക. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, മൂത്ത മകൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല. അതാണ് പ്രശ്നം. ഇവൻ പറയണേ, ഈ മൂത്തവൻ പറയണത് ഞാൻ ഇനി അങ്ങയുടെ ദാസനായി ജീവിച്ചോളാന്ന്. അപ്പൊ ഇനി മുതലാണ് പുള്ളി എല്ലാം മുടിഞ്ഞ് തേച്ച് കഴുകി വന്നപ്പോഴാണ് ഇനി മുതൽ ദാസനാണ്. പക്ഷെ നേരത്തെ തന്നെ ജീവിതകാലം മുഴുവൻ ദാസനായ ഒരു മനുഷ്യനാണ് മൂത്തവൻ. ഞാൻ എത്ര കാലമായി നിനക്ക് വേണ്ടി ദാസ്യവേല ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ദൈവമായിട്ട് ഡീലിങ്സിൽ ഒരു ദിവസത്തെ ബിസിനസ് അല്ലെങ്കിൽ ജോലി കഴിയുമ്പോൾ ഈ കണക്ക് വെക്കുമ്പോൾ എന്ത് വരുമെന്നറിയാമോ? ദൈവം ഇങ്ങോട്ട് തരാനുണ്ടാകണം, അല്ലാതെ നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുണ്ടാകരുത്. അത് നമ്മൾ അതാ ദിവസം ശ്രദ്ധിച്ചാൽ മതി. അവസാനം നമ്മൾ ഉറങ്ങാൻ നേരത്തെ, കണക്ക് വെക്കാൻ നേരത്തെ കർത്താവ് നമുക്ക് കടക്കാരനാകണം. അതാണ് ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ലാതെ നമ്മൾ ദൈവത്തിന് കൊടുക്കാൻ ഉണ്ടാകരുത്. ഇപ്പം മൂത്തമ്മൻ്റെ വിജയം അതാണേ. അയാൾ പറഞ്ഞത് എന്താണ്? ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല, എങ്കിലും എന്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ലല്ലോ. അപ്പൊ കണക്ക് വെച്ചപ്പോ എന്ത് പറ്റി? അവനൊന്നും അങ്ങോട്ട് കൊടുക്കാനുമില്ല, അപ്പൻ ഇങ്ങോട്ട് തരാനേ ഉള്ളൂ. ഇങ്ങനെയാണ് ആ കണക്ക് അവസാനിക്കണത്. പക്ഷെ ആ കണക്കിൽ തെറ്റൊന്നുമില്ല. അപ്പൻ ഇവന് ഡെയിലി പേയ്മെന്റ് നടത്തണില്ലേ, ഇവനൊരു ദിവസക്കൂലിക്കാരനായിട്ട് കണ്ടില്ലെന്നേ ഉള്ളൂ. ദിവസക്കൂലിക്കാരനാണല്ലോ അന്നന്ന് കണക്ക് തീർക്കണത്. അപ്പൻ അന്നന്ന് കണക്ക് തീർത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ ആ ബന്ധം എന്താണ്? എൻ്റെ മകനെ ശാശ്വതമാണ് ഈ ബന്ധം, കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകനെ എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. ലൂക്ക 15:31 അപ്പോൾ പിതാവ് പറഞ്ഞു മകനെ നീ എപ്പോഴും എന്നോട് കൂടെയുണ്ടല്ലോ, എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. അക്കൗണ്ട് വന്നപ്പോൾ എന്ത് പറ്റി? ഈ നിത്യത എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് എല്ലാം റീഫണ്ടബിൾ ആവും. അതുകൊണ്ട് എപ്പോഴും ഓർത്തേക്കണം കേട്ടോ, കർത്താവ് ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് ഈ ഭൂമി വെച്ച് തന്നെ എല്ലാം പേയ്മെൻറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ചാട്ടി പിടിക്കരുത്. കുറച്ച് നമുക്ക് തിരിച്ചു തരാനുണ്ടാകണം. ആ രീതി വേണം കണക്കുകൾ അവസാനിക്കാൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.
എന്നെ പ്രതിക്ഷീണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിന് അമ്മ മാതാവിനും ഈശോ കുമാരനും നന്ദി പറയുന്നു. എൻ്റെ പേര് ജെസ്സി. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ 3ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ 2023 ഫെബ്രുവരി 17 എൻ്റെ ആദ്യം ഉടമ്പടി എടുത്തത്. അതിനുശേഷം 2 പ്രാവശ്യം ഞാൻ സാക്ഷ്യം പറഞ്ഞിരുന്നു. ഇതെൻ്റെ 3ാമത്തെ സാക്ഷ്യമാണ്. എൻ്റെ ഈശോയുടെയും അമ്മ മാതാവിൻ്റെയും ഒരു വലിയ സംരക്ഷണത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് ആദ്യം പറയാനുള്ളത്. കഴിഞ്ഞ ഡിസംബർ 25 ക്രിസ്മസ് പാതിര കുർബാനയിൽ ഞാൻ പങ്കെടുത്ത ശേഷം പള്ളിയുടെ വെളിയിൽ സ്റ്റെപ്പിൽ ഇരിക്കുമായിരുന്നു. അത് ഞാൻ ഇരുന്നത് ഒരു അണലിപ്പാമ്പിൻ്റെ മുകളിലാണ്. അത് അറിഞ്ഞില്ല. ഞാനും എൻ്റെ കുട്ടികളും തൊട്ടടുത്തായിട്ടാണ് ഇരുന്നിരുന്നത്. ഒരു 20 മിനിറ്റോളം ഞാൻ ആ സ്റ്റെപ്പിൽ ഇരുന്നു. പക്ഷേ പാമ്പിൻ്റെ യാതൊരു കടിയോ അതിൻ്റെ യാതൊരു ശല്യവും എനിക്കുണ്ടായില്ല. ഞാൻ എഴുന്നേറ്റതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഞാനൊരു പാമ്പിൻ്റെ മുകളിലാണ് ഇരുന്നത്. അതൊരു വലിയ അനുഗ്രഹമാണ്. മാതാവിൻ്റെ ഒരു സംരക്ഷണം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വലിയ തെളിവാണ്. ഞാൻ എപ്പോഴും എവിടെ പോയാലും എൻ്റെ കൂടെ കാശ് രൂപ എൻ്റെ കൂടെ കാണും. എപ്പോഴും എൻ്റെ കഴുത്തിൽ അതുണ്ടാവും. ആ സംരക്ഷണമാണ് എന്നെ അതിൽ നിന്നും കടിയിൽ നിന്നും എന്നെ മാറ്റി നിർത്തിയത് എന്നാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. രണ്ടാമത് 8 വർഷമായിട്ട് ഒരു വ്യക്തിക്ക് ഞങ്ങൾ പൈസ വായ്പ കൊടുത്തിരുന്നു. ആ വ്യക്തി പൈസ ചോദിക്കുമ്പോൾ ഞാനത് തന്നിട്ടില്ല, നിങ്ങൾ വെറുതെ പറയുന്നതാണ്, അങ്ങനെ പറഞ്ഞ് എപ്പോഴും ഒഴിവൊഴികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം അത് കോടതിയിലെത്തി. ആ വ്യക്തി അവിടെ വെച്ചും ജഡ്ജിയുടെ മുന്നിൽ ഇത് കെട്ടിച്ചമച്ചതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് കേസും വെറുതെ തള്ളി നീക്കുമായിരുന്നു. അങ്ങനെയാണ് ഉപ്പിട്ട് കോടതിയിൽ ഹിയറിങ്ങിന് ചെന്നപ്പോൾ പ്രാർത്ഥിച്ചത്. മാതാവിൻ്റെ സംരക്ഷണത്തിലും മാതാവിന് കൊടുത്ത ഉടമ്പടിയിലെ കാര്യങ്ങൾക്കും വേണ്ടി ആ സമയത്ത് എന്താ സംഭവിച്ചതെന്നറിയില്ല. പെട്ടെന്ന് ആ വ്യക്തി പറഞ്ഞു, എങ്ങനെയെങ്കിലും എനിക്ക് ഈ കേസ് തീർപ്പാക്കി തരണം, എന്ത് പൈസ വേണമെങ്കിലും ഞാൻ തരാം, കോംപ്രമൈസ് ചെയ്ത് തരണം എന്നുള്ള ആ വ്യക്തി തന്നെ ഞങ്ങളുടെ അടുത്തോട്ട് പറയുകയും ജഡ്ജിയുടെ മുമ്പിൽ അത് പുള്ളി അംഗീകരിക്കുകയും ചെയ്തു. അതിനുശേഷം ഗഡുക്കളായിട്ട് പൂർണ്ണ പൈസയും പൂർണ്ണമായും എല്ലാ എമൗണ്ടും അദ്ദേഹം ഞങ്ങൾക്ക് തരികയും ചെയ്തു. അത് മാതാവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച ആ അപേക്ഷയുടെ ഫലമായും മാതാവിൻ്റെ വലിയൊരു ഇടപെടലുമാണ് അവിടെ നടന്നത്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. അടുത്തതായി ഞങ്ങൾക്ക് നാട്ടിൽ ഒരു ലാൻഡ് സ്വന്തമായിട്ടില്ലായിരുന്നു. അത് വേണമെന്ന് ഞങ്ങൾ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ പല രീതിയിൽ അത് വാങ്ങിക്കാൻ ഞങ്ങളെക്കൊണ്ട് പറ്റിയിരുന്നില്ല. അത് ഞാൻ മാതാവിൻ്റെ സന്നിധിയിൽ അപേക്ഷയായിട്ട് സമർപ്പിച്ചിരുന്നു. അതിൻ്റെ ഫലമായി പെട്ടെന്ന് ഒരു വ്യക്തി ഞങ്ങളുടെ വീട്ടിന് അടുത്തുള്ള ഒരാൾ സ്ഥലം വിൽക്കുന്നെന്ന് കേൾക്കുകയും ആ വ്യക്തിയെ സമീപിക്കുകയും അത് ഞങ്ങൾ പറഞ്ഞ രീതിയിൽ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ആ എമൗണ്ട് സെറ്റിലാവുകയും ഞങ്ങൾക്കത് ഞങ്ങളുടെ പേരിൽ രജിസ്ട്രേഷൻ ചെയ്യാനും പറ്റി. അതിനുശേഷം ഞാൻ ഉപ്പിട്ട ആ സ്ഥലത്തിന് ഫുൾ സംരക്ഷണവും അമ്മയുടെ സമർപ്പിച്ച് കൊടുത്തിരിക്കുകയാണ്. അതിനാൽ അതിന് പിന്നീട് യാതൊരു പ്രശ്നവും അതിൽ നിന്ന് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. എല്ലാം ഭംഗിയായിട്ട് നടന്നു, രജിസ്ട്രേഷനും നടന്നു. ഇപ്പോൾ ലാൻഡ് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വാങ്ങിക്കാൻ പറ്റി. നാലാമത് ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അവിടെ നിന്ന് മറ്റൊരു കമ്പനിയിലോട്ട് മാറിയപ്പോൾ PFൻ്റെ അക്കൗണ്ട് ട്രാൻസ്ഫർ പല കാരണങ്ങൾ കൊണ്ട് എപ്പോഴും റിജക്റ്റ് ചെയ്യുകയാണ്. എന്തെങ്കിലും ഒരു വാല്യൂ ശരിയല്ല, ഏതെങ്കിലും ഒരു ഡീറ്റെയിൽസ് നിങ്ങളുടെയും ഇപ്പോഴത്തെ ഉള്ള PFൻ്റെയും പഴയ PFൻ്റെയും മാച്ച് ആവുന്നില്ല, ഇങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് എപ്പോഴും റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഞാൻ മാതാവിൻ്റെ സന്നിധിയിൽ അപേക്ഷയായിട്ട് സമർപ്പിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് പിന്നീട് അത് ഞാൻ സമർപ്പിച്ചതിന് ശേഷം ഞാൻ പിന്നീട് ഒരിക്കൽ കൂടി അക്കൗണ്ട് ട്രാൻസ്ഫർ റിക്വസ്റ്റ് ഇട്ടു. അത് യാതൊരു തടസ്സവും കൂടാതെ, നേരത്തെ പറഞ്ഞിരുന്ന യാതൊരു പ്രശ്നവും അവർ ചൂണ്ടിക്കാണിക്കാതെ അത് ഫുൾ എമൗണ്ടും എൻ്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റി. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. പിന്നീട് പലപ്പോഴും എൻ്റെ വിഷമഘട്ടത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഞാൻ താണു പോകുമ്പോൾ ഈശോയോടും അമ്മയോടും ഞാൻ കൂടെ ചേർന്ന് നിൽക്കാൻ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും ഒരിക്കലും എനിക്ക് പല സ്വപ്ന ദർശനത്തിൽ മാതാവിൻ്റെ തേജസ്സുറ്റ ഒരു മുഖം
ഞാൻ സ്വപ്നത്തിൽ കാണുകയുണ്ടായി. ഞാൻ അന്ന് രാത്രിയിൽ വളരെ ഒരു പ്രോജക്റ്റ് എന്നെ ഏൽപ്പിച്ചു. ആ പ്രോജക്റ്റിൻ്റെ സൊല്യൂഷൻ കിട്ടാതെ ഞാൻ വളരെ രീതിയിൽ പ്രയാസപ്പെട്ടാണ് ഞാൻ കിടന്നിരുന്നത്. അന്ന് ആ ഒരു സ്വപ്നം കടന്നതിൻ്റെ പിറ്റേ ദിവസം എനിക്കത് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ എൻ്റെ സൊല്യൂഷൻ അംഗീകരിക്കപ്പെടുകയും ചെയ്തു. അതിന് മാതാവിന് ഒത്തിരി നന്ദി. പിന്നീട് ഈശോയെ കുർബാനയിൽ സ്വീകരിക്കുന്ന സമയം, ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന സമയം ഞാൻ കണ്ണടച്ചിരുന്ന് കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാൽ ഈശോയുടെ സ്വരം എന്നിൽ നിന്ന് കേൾക്കുകയാണ്. നിന്നെ ഞാൻ എൻ്റെ രക്തം വില കൊടുത്ത് വാങ്ങിയതാണ്. അത്രയും വലിയൊരു തീക്ഷ്ണമായ സ്വരമായിരുന്നു എനിക്ക് ഉള്ളിൽ നിന്നും കിട്ടിയത്. ശരിയാണ്, ദൈവം നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ ഓരോ തുള്ളി ചോരയും കൊടുത്താണ് നമ്മളെ ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. അത് നമുക്ക് അഭിമാനം കൊള്ളണം. അഭിമാനത്തിലുപരി നമ്മൾ ആ പെയിൻ നമ്മൾ മനസ്സിലാക്കണം. ഈശോയെ എല്ലാവരും കുർബാനയിൽ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ആ ദൈവസ്വരം കേൾക്കാനും ദൈവത്തെ ഉള്ളിൽ സ്വീകരിക്കുവാനും ദൈവത്തെ അനുഭവിച്ചറിയാനും എല്ലാവർക്കും സാധിക്കണം. പിന്നീട് കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് വൃദ്ധസദനങ്ങൾ സന്ദർശിക്കാറുണ്ട്. പ്രായമായ അമ്മമാരെ സംരക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ അവരുടെ അടുത്ത് പോയിരിക്കാൻ, അവരോട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. അവരോട് മിണ്ടാൻ ആളില്ല. അവരെപ്പോഴും ഇങ്ങനെ നമ്മൾ ഗേറ്റ് തുറന്ന് ആരാണ് വരുന്നത്, ആരാണ് ഞങ്ങളുടെ മുറിയിലോട്ട് വരുന്നത്, ഞങ്ങളോട് സംസാരിക്കുന്നത് എന്താണ്, അതാണ് അവർ കൂടുതൽ ആഗ്രഹിക്കുന്നത്. അവർ ചെന്ന് അവരോട് 2 വർത്തമാനം പറയുമ്പോൾ, അവരോട് കൂടിയിരിക്കുമ്പോൾ അവർ ഭയങ്കര ആശ്വാസപരമായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്സ് നമുക്ക് കിട്ടുന്ന പോലെ തോന്നും. അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവിടുത്തെ സ്ഥാപനത്തിൽ സമീപിച്ച് അവിടുത്തെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. കൂടാതെ പൊതിച്ചോറ് വിതരണം ചെയ്യാറുണ്ട്. അത് വഴിയോരങ്ങളിരിക്കുന്ന പാവങ്ങളായ മനുഷ്യരെ അവർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ വിശന്ന് വലഞ്ഞിരിക്കുന്നവരാണ്. അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഞാൻ അത് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പറ്റുന്ന സമയങ്ങളിലെല്ലാം ഞാൻ കുർബാനയിൽ നിർബന്ധമായിട്ട് പങ്കെടുക്കാറുണ്ട്. ഈ വർഷം മുതൽ ഞാൻ കൃത്യമായിട്ട് അത് പാലിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം വരെ എനിക്ക് സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ സാഹചര്യങ്ങൾ ഒക്കുമ്പോൾ മാത്രമേ ഞാൻ കുർബാനയിൽ പങ്കെടുക്കാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഏത് കാര്യം ഉണ്ടായാലും, എന്ത് വിഷയങ്ങൾ എൻ്റെ വീട്ടിൽ സാഹചര്യങ്ങൾ ഉണ്ടായാലും ഞാൻ അതെല്ലാം മാറ്റി വെച്ച് ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി ഓടിപ്പോവും. അത് എനിക്ക് വലിയൊരു ഊർജമാണ്. എനിക്കത് ഈശോയെ സ്വീകരിച്ചില്ലെങ്കിൽ ആ ഒരു ദിവസം എന്തോ ഒരു മിസ്സിങ് ആണ്. അത്രയും വലിയൊരു അനുഗ്രഹമാണ് ഈശോ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ പത്രങ്ങൾ ഞാൻ പ്രാർത്ഥിച്ച് ഈശോ അമ്മയോട് തന്നെ ആദ്യം ചോദിക്കും. കുരിശ് വരച്ച് നമ്മുടെ തൈലം കുരിശ് വരച്ച് അതിൽ പ്രാർത്ഥിച്ചിട്ട് അമ്മയോട് ഞാൻ ചോദിക്കും, അമ്മേ ഇത് ആരുടെ കൈകളിലാണ് ഞാൻ കൊടുക്കേണ്ടത്? അമ്മ തന്നെ ഒരുക്കി തരണം. ഇത് ആൾക്കാരോട് അവരോട് ഞാൻ പറയും, ഇത് ത്രോ ചെയ്യേണ്ട ഒരു സാധനമല്ല, ഇത് വിശുദ്ധമായ ഒരു പത്രികയാണ്. ഇത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞാണ് പത്രം കൊടുക്കാറ്. പലപ്പോഴും വേദന തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പൊതു ഇടങ്ങളിൽ അല്ലെങ്കിൽ ഈ ബാത്റൂമിൻ്റെ സൈഡിലൊക്കെ നമ്മുടെ പത്രം ചുരുട്ടി വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് എന്തിനാണ് മനുഷ്യർ അങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലായിട്ടില്ല. എനിക്ക് സങ്കടം തോന്നും. അമ്മ അത്രയ്ക്ക് ഉപേക്ഷിച്ച് കളഞ്ഞും പത്രം എവിടെയെങ്കിലും വലിച്ചെറിയുന്നത് ഞാനതെല്ലാം എടുത്ത് ആൾക്കാരോട് പറഞ്ഞ് ഞാൻ കൊടുക്കും. ഇത് നിങ്ങൾ ത്രോ ചെയ്യേണ്ട കാര്യമല്ല, നിങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ അനുഗ്രഹങ്ങൾ കിട്ടേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ സൂക്ഷിക്കണം. ഇറ്റ്സ് എ ബ്ലെസ്ഡ് തിങ്സ് എന്ന് പറഞ്ഞ് തന്നെയാണ് ആൾക്കാർക്ക് ഞാൻ കൊടുക്കുന്നത്. പിന്നീടെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ ഒരു വ്യക്തിയോട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് നോക്കിയാൽ മതി. അവർ ഫുൾ മനസ്സ് നമ്മളോട് തുറന്നു പറയും. ഇപ്പോൾ പലപ്പോഴും പല ആൾക്കാരോട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹിയർ ചെയ്യാൻ ആളില്ല. പലരുടെ സങ്കടങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ ആളില്ല. അങ്ങനെ ഒരു ഹിയറിംഗ് എയ്ഡായിട്ട് നമ്മൾ നിന്ന് നോക്കിയേ ആ മനുഷ്യர்களுണ്ടാകുന്ന സന്തോഷം വളരെയാണ്. അവരെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി, നമ്മുടെ ഒരു നിയോഗ പ്രാർത്ഥന ഉൾപ്പെടുത്തി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തികളുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പലരും പ്രാർത്ഥന സഹായങ്ങൾ ഇങ്ങോട്ട് എന്നോട് വന്ന് ജെസ്സി ഇങ്ങനെ ചെയ്യുന്നതല്ലേ, അപ്പം ഞങ്ങൾക്കും കൂടി പ്രാർത്ഥിക്കും, നീ പ്രാർത്ഥിച്ചാൽ നടക്കും എന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് വന്ന ആൾക്കാർ പറയാറുണ്ട്. അതൊക്കെ വളരെ സന്തോഷവും സമാധാനവും തരുന്നുണ്ട്. അതുകൂടാതെ തന്നെ മാതാവിൻ്റെ ഒരു
അത്ഭുതകരമായ ഒരു സാക്ഷ്യം നമുക്ക് ഒന്ന് പറയാൻ പറ്റുന്നത്, മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളിൽ നമ്മളത് ഷെയർ ചെയ്യണം. നമ്മളത് മിണ്ടാതിരിക്കരുത്. അയ്യോ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പം വരുമോ, ആൾക്കാരെന്തോ വിചാരിക്കും എന്നുള്ള ചിന്തയൊക്കെ മാറ്റിയിട്ട് മാതാവ് നമ്മുടെ കൂടെയുണ്ട്. മാതാവും ഈശോയും കൂടെ വിളിക്കാതെ നമ്മളാരും ഈ ഭവനത്തിലോട്ട് വരത്തില്ല. നമ്മൾ ഈ കൃപാസനം പള്ളിയിൽ കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ ദൈവനിയോഗമാണ്. അച്ഛൻ പറയുന്ന പോലെ ആരും വിളിക്കാതെ, ഈശോ അമ്മയും കൂടെ വിളിക്കാതെ നമ്മളായിരിക്കും വരത്തില്ല. അപ്പം ഇവിടുത്തെ നമ്മൾ ഉടമ്പടി എടുത്ത് അവിടുത്തെ ഉടമ്പടിയുടെ എടുത്ത് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഏത് അവസരം വന്നാലും ആൾക്കാർക്കൊരു ആശ്വാസമാകാനും ആൾക്കാർക്കൊരു ഹിയറിങ് പേഴ്സൺ ആവാനും എങ്കിലും നമ്മൾ ശ്രമിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റം ഉണ്ടാവും. ഇത്രയും അനുഗ്രഹങ്ങൾ ഈശോയും അമ്മ മാതാവും എനിക്ക് ചെയ്തു തന്നതിന് വളരെയധികം നന്ദി. എല്ലാം ഈശോയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും മൂന്നാമത്തെ തവണ ഈ അൾത്താരയിൽ കയറി എനിക്ക് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിന് കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സിമ്മി. ഇതെൻ്റെ മോള് ആഷ്ന. മോളുടെ ഞാൻ ഉടമ്പടിയിൽ വെച്ച് മോൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറയാനായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അവളുടെ പരീക്ഷയിൽ ഒരു PG പരീക്ഷ, ഫിസിയോതെറാപ്പി PG പരീക്ഷയിൽ ഒരു വിഷയത്തിന് 3 മാർക്ക് കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ റീവാലുവേഷന് കൊടുത്തപ്പോൾ ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ച് വെഞ്ചരിച്ച ഉപ്പ് ലാപ്ടോപ്പിലൊക്കെ ഇട്ട് ഓൺലൈനിലാണ് ചെയ്തത്. അപ്പോൾ അതിലൊക്കെ ഇട്ടൊക്കെ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ കൊടുത്തത്. അവസാനം റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവളും പാസ്സായി. അതാണ് ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത് എൻ്റെ മോൾക്ക് ജോലി അധികം താമസിക്കാതെ ജോലി കിട്ടണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ജോലിക്ക് ഒരു കരാർ അടിസ്ഥാനത്തിലാണെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവൾക്ക് ജോലി കിട്ടി. ഇപ്പോൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവളുടെ വിവാഹത്തിന് ഞങ്ങൾ ഒരുപാട് ഏജൻസികളിലൊക്കെ കൊടുത്ത് എന്നിട്ടൊന്നും അങ്ങനെ ഒന്നും ശരിയാകുന്നുണ്ടായിരുന്നില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ളൊരു ചേച്ചി ഒരു കാര്യം കൊണ്ടുവന്ന് അങ്ങനെ അത് നടന്നു. നല്ലൊരു മകനെ, ദൈവവിശ്വാസവും ദൈവഭയവും എല്ലാം ഉള്ള നല്ലൊരു മകനെ അവൾക്ക് ഭർത്താവായി ലഭിച്ചു. പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തികൾ വഴിയരികിൽ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ചോറ് പൊതി കൊണ്ടുപോയി കൊടുക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, ഇവിടുന്ന് പത്രങ്ങൾ മേടിച്ചിട്ട് ഞാൻ ബസ് കയറി ദൂരെ സ്ഥലങ്ങളിലോട്ടൊക്കെ പോകും. എന്നിട്ട് ഇറങ്ങിയിട്ട് നടന്ന് എനിക്ക് കിട്ടിയ എല്ലാ ഇതും അവരോട് പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ പേപ്പർ കൊടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ അമ്മമാരുടെ ഒരു സ്ഥാപനമുണ്ട്. അവിടെ ഞാൻ പോയി അമ്മമാരെ ഡയപ്പർ മാറ്റുകയും അവരുടെ യൂറിൻ ബാഗ് empty ചെയ്യുകയും പിന്നെ നഖം വെട്ടിക്കൊടുക്കുകയും അവരോട് ഒത്തിരി ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ അതായതാണ് ഞങ്ങൾ ചെയ്ത കാരുണ്യപ്രവൃത്തികൾ. എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ആഷ്ന. ഞാൻ ഫിസിയോതെറാപ്പി PG പഠിക്കുന്ന സമയത്ത് എക്സാമിന് മുന്നേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. നല്ലോണം പ്രാർത്ഥിച്ച് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടിയിൽ ഞങ്ങൾ 7 പേരായിരുന്നു എക്സാം എഴുതണത്. എല്ലാവരുടെയും പേരെഴുതി എല്ലാവരും പാസ്സാവാൻ വേണ്ടി പ്രാർത്ഥിച്ച് എക്സാം എഴുതി. എക്സാം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം എഴുതി പാസ്സായി. ഞാൻ ആവറേജ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ പാസ്സാവാനുള്ള അത്രയും തന്നെ എഴുതി. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ബാക്കി 6 പേരും പാസ്സായി, ഞാൻ മാത്രം ഫെയിലായി. 3 മാർക്കിനാണ്. അപ്പോൾ എനിക്ക് വിഷമമായി. കാരണം എല്ലാവരും ഒരാൾ കോളേജിൽ നിന്ന് ഒരാൾക്കാണ് 3 മാർക്കിന് പോയേക്കണം. അപ്പോൾ ഭയങ്കര സങ്കടമായി. എക്സാം എഴുതാൻ പോണേ മുന്നേ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കും, എല്ലാവർക്കും കൊടുക്കും. ഞാൻ എൻ്റെ കൂടെയുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഭയങ്കര സങ്കടമായി റിസൾട്ട് വന്ന സമയത്ത്. അപ്പോൾ പിന്നീട് ഞാൻ രണ്ടാമതൊന്നും കൂടെ വന്ന്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് നമുക്ക് പേപ്പർ ഒന്നുകൂടെ എടുത്ത് നോക്കാം. അപ്പോൾ പേപ്പർ എടുത്ത് നോക്കാൻ വേണ്ടി ചെന്ന സമയത്ത് ടീച്ചേഴ്സ് പറഞ്ഞു ഡിജിറ്റൽ വാല്യുവേഷനാണ്, അതിൽ പ്രത്യേകിച്ച് അങ്ങനെ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, കമ്പ്യൂട്ടറിന് തെറ്റും എന്ന് ഇയാൾക്ക് തോന്നുന്നുണ്ട്, വെറുതെ എന്തിനാ പൈസ കളയണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ച സാരമില്ല, എന്തായാലും പ്രാർത്ഥിക്കാം, മാതാവ് എന്തായാലും തരും. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടിയിൽ വെച്ച്
അങ്ങനെ ഞാൻ റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് അപ്പോഴും ടീച്ചേഴ്സ് പറഞ്ഞ് യൂണിവേഴ്സിറ്റി, ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി എല്ലാവർക്കും അറിയാം ഭയങ്കര പണിയാണ്, ഒരാൾക്കും റീവാലുവേഷൻ വഴി ആരെയും പാസ്സാക്കൂല, മാത്രമല്ല റീവാലുവേഷൻ കൊടുക്കാൻ തന്നെ സമ്മതിക്കൂല, അങ്ങനെയാണ്. അങ്ങനെ ലാസ്റ്റ് ഞാൻ യൂണിവേഴ്സിറ്റി വിളിച്ച് വെച്ചപ്പോൾ അവർ അപ്രൂവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി അപ്രൂവ് ചെയ്തെങ്കിലും അവർ പറഞ്ഞു ഒരു കോൺഫറൻസ് മീറ്റിംഗ് ഉണ്ട്, ആ മീറ്റിങ്ങിൽ നിങ്ങളെ കാര്യം സാറുമാരോട് പറയണം, ആ പറയുന്ന സമയത്ത് സാറുമാർ അത് കേട്ട് നിങ്ങൾക്ക് റിവാലുവേഷൻ അപ്രൂവ് ആണെങ്കിൽ മാത്രം കൊടുക്കാൻ പറ്റും. അപ്പോഴും അവർ പറഞ്ഞത് മോളെ ഇത്രയും കാലം എല്ലാവരും കൊടുത്ത് ആർക്കും ഇതുവരെ പാസ്സായിട്ടില്ല, നിങ്ങൾ വെറുതെ ഇതിൻ്റെ പുറകെ നടന്ന് അടുത്ത പരീക്ഷ എഴുതി പാസ്സാവാൻ നോക്കുന്നതാണ് പറഞ്ഞത്. അപ്പോഴും ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഡേറ്റ് വന്ന് അപ്പോഴും ഞാൻ എല്ലാ ദിവസവും കയറി നോക്കും, ഈ കോൺഫറൻസ് മീറ്റിങ്ങിൻ്റെ ഡേറ്റെങ്കിലും വന്നാൽ നോക്കും. അപ്പോൾ നോക്കുമ്പോൾ ഒരു ദിവസം കോൺഫറൻസ് മീറ്റിങ്ങിൻ്റെ ഡേറ്റ് വന്നപ്പോൾ എനിക്ക് സമാധാനമായി, ഞാൻ അവരോട് കാര്യം പറയാമല്ലോ. അപ്പോൾ സാറുമാർ സൂം മീറ്റിംഗ് വഴിയാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, ഞാൻ നല്ലോണം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിലവർ കണ്ടത് ഒരു ടീച്ചർ ഇട്ടേക്കണത് ഒരു ക്വസ്റ്റ്യന് മാർക്ക് ഇട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് അതിലൊരു പ്രതീക്ഷയുണ്ട്, മാർക്ക് ഇട്ടിട്ടില്ലല്ലോ അതിൽ കിട്ടുമല്ലോ എന്ന്. അപ്പോഴും പറഞ്ഞ് നമ്മൾ അതിന് മാർക്ക് ഇട്ട് തന്നെയാണെങ്കിൽ ആ കറക്റ്റ് ചെയ്ത ടീച്ചറിന് അത് പ്രശ്നമാണല്ലോ, അപ്പോൾ അതും കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഞാൻ പിന്നെയും പ്രതീക്ഷയൊക്കെ മാറി സപ്ലിമെൻ്ററി പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കും എന്നാലും. എന്നിട്ട് സപ്ലിമെൻ്ററി പരീക്ഷ ഡേറ്റ് വന്നു, പരീക്ഷ ഞാൻ എഴുതി. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കുമാണ് ഇതേപോലെ റിസൾട്ട്, ഞാൻ വഴിയരികിലെ ആൾക്കാർക്ക് പൊതിച്ചോറ് കൊടുക്കാൻ വേണ്ടി പോയി തിരിച്ച് വന്ന് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് വന്നേക്കാം, റിവാലുവേഷനിൽ ഞാൻ പാസ്സായി. അപ്പോൾ എൻ്റെ പ്രിൻസിപ്പൾ വിളിച്ചിട്ട് പറഞ്ഞ ആഷ്ന ഇത് ഒരിക്കലും നടക്കണ കാര്യമല്ല, കാരണം ഇത്രയും നാൾ ഫിസിയോതെറാപ്പിയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഒരാൾക്ക് റീവാലുവേഷൻ കൊടുക്കാൻ പറ്റണതും അതും മാർക്ക് കൂട്ടിയിട്ട് പാസ്സാക്കണമൊക്കെ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അപ്പോൾ എൻ്റെ ഒരു സാറ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എടോ തൻ്റെ കാര്യത്തിലൊരു മിറക്കിൾ സംഭവിച്ചാലോ എന്ന് വിചാരിച്ച് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളും കൂടി പറഞ്ഞിട്ടാണ് ഇതിനുവേണ്ടി ഞാൻ പോയത് തന്നെ. പേരൻസും സപ്പോർട്ട് ചെയ്ത്, പക്ഷെ ഭയങ്കര സങ്കടമായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് എൻ്റെ എൻഗേജ്മെൻറ്റും കൂടി ആയിരുന്നു റിസൾട്ട് വന്നിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ അതും എനിക്ക് മാതാവ് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമാണ് എനിക്കത് കിട്ടിയതെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. പിന്നെ അതേപോലെ കല്യാണം ഏജൻസികളിൽ സാധാരണ കൊടുക്കണ പോലെ എല്ലായിടത്തും കൊടുത്തു. പക്ഷെ ഞാൻ പൊതുവെ ഇൻട്രസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ വീട്ടുകാർ നോക്കാൻ പറയും, നമ്മൾ പൊതുവെ നോക്കൂല, അങ്ങനെ വെക്കും. പിന്നെ അതുവഴി അമ്മ ഒരാളോട് പറഞ്ഞിട്ട് എൻ്റെ കല്യാണം ഉറച്ച്, പിന്നെ കല്യാണം കഴിഞ്ഞ് ഇപ്പം നല്ലൊരാളെ തന്നെ എനിക്ക് കിട്ടി. മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. മാതാവിനും ഈശോയ്ക്കും വളരെ നന്ദി പറയുന്നു, എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2023 ജനുവരിയിലാണ്. എൻ്റെ ചാച്ചന് ഒരു അറ്റാക്ക് വന്നതിലൂടെയാണ് ഞാൻ ഉടമ്പടിയിലേക്ക് കടന്നു വന്നത്. ഞാൻ എൻ്റെ ആദ്യത്തെ ഡെലിവറിക്ക് ശേഷം ഒരു 8 മാസത്തോളം ജോലിയൊന്നും ഇല്ലാതെ ഇരുന്നിരുന്നു. ഞാൻ ബിഫാം കഴിഞ്ഞ് ഫാർമസിസ്റ്റായിട്ട് ഒരു റീറ്റെയിൽ ഫാർമസിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അതിനുശേഷം അവിടുന്ന് റിസൈൻ ചെയ്തു. ജോലിയൊന്നുമില്ലാതെ വളരെ ബുദ്ധിമുട്ട് നിൽക്കുമായിരുന്നു. ഈ 8 മാസത്തിനിടയിൽ ഞാൻ ഒരുപാട് CV ഒക്കെ മെയിലിലൂടെ അയച്ചു, ഒരു റിപ്ലൈയും വന്നില്ല. അതിനുശേഷം പിന്നെ ഒരുപാട് സ്ഥലത്ത് നടന്ന് CV കൊടുത്തു, എന്നിട്ട് എവിടുന്ന് എന്നെ വിളിച്ചില്ല. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഞാനിവിടെ വന്നിട്ട് എനിക്കൊരു നല്ലൊരു ജോലി കിട്ടുമായിരുന്നെങ്കിൽ സാക്ഷ്യം പറയുമെന്ന്. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ വിളിച്ചു. ജനുവരി 20-ാം തീയതി ആയിരുന്നു അതിൻ്റെ ഇൻ്റർവ്യൂ. ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ 10-25 ആൾക്കാർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ടെൻഷനായി, കാരണം ആകെ എന്നെ ആ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചുള്ളൂ. അവിടെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് വളരെയധികം സങ്കടമായിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരുന്നു. ഞാൻ അവിടെ നിന്ന് പരിചയപ്പെട്ട 2 പേരുണ്ടായിരുന്നു. അതിൽ ഒരാളുടെ ഇൻ്റർവ്യൂ വിളിച്ചു. ആളുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ആൾ യാത്ര പറയാൻ വേണ്ടി ഞങ്ങളുടെ അടുത്ത് വന്നു. ആ സമയത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പം ആൾ ഞങ്ങളോട് യാത്ര പറയാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങൾ വെറുതെ ചോദിച്ചു, ഇങ്ങനെ ഏതൊക്കെ കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻസാണ് അവർ ചോദിക്കുന്നതെന്ന്. അപ്പോൾ ആൾ ഇന്ന കാറ്റഗറിയിലുള്ളതാണെന്ന് പറഞ്ഞിട്ട് ആൾ പോയി. അതിനുശേഷം ഞങ്ങൾ അവിടെ ഇരുന്ന്
പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ അണ്ടറിലുള്ള ആ കാറ്റഗറിയിൽ അണ്ടറിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഞങ്ങൾ നോക്കി, ജസ്റ്റ് ഒന്ന് നോക്കിയതേ ഉള്ളൂ. അതിനുശേഷം എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഇൻ്റർവ്യൂവിന് കയറി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നല്ല ടെൻഷനിലാണ് കയറിയത്. ഇൻ്റർവ്യൂവർ എന്നെ അവിടെ ഇരിക്കാൻ പറഞ്ഞു. അതിനുശേഷം എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഞാൻ പഠിച്ച ആ കാറ്റഗറിയിലുള്ള അണ്ടറിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ആളെന്നോട് ചോദിച്ചുള്ളൂ. പിന്നെ എന്നോട് എല്ലാം ചോദിച്ചത് എൻ്റെ ഫാമിലി മാറ്റേഴ്സൊക്കെ ആയിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞു. എനിക്ക് അന്നേരം അതിനുശേഷം എനിക്ക് പിന്നെ ടെൻഷനൊന്നും തോന്നിയിട്ടില്ല. കാരണം മാതാവ് നോക്കിക്കൊള്ളൂ എന്നുള്ള എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു. 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു, അവരെന്നെ വിളിക്കുന്നില്ല. അപ്പോഴാണ് ഞാൻ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ ഞാനൊരു ഫെബ്രുവരി 15 ഡേറ്റ് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ള വചനം ഞാൻ 30 പ്രാവശ്യം എല്ലാ ദിവസവും എഴുതി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, സാക്ഷ്യങ്ങൾ കേട്ടു, അത് ഷെയർ ചെയ്തു. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ വേണ്ടി പറ്റാത്ത കാരണം ഓൺലൈനിൽ കുർബാനയെല്ലാം അറ്റൻഡ് ചെയ്തു. ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കറക്റ്റ് ഫെബ്രുവരി 15-ാം തീയതി ആയപ്പോഴത്തേനും എനിക്ക് മെയിൽ കിട്ടി. എനിക്ക് അവരെ ഓഫർ ലെറ്റർ അയച്ചു തന്നു. അതിലും ഒരു ദൈവാനുഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഞാൻ B.Pharm കഴിഞ്ഞതാണ്. ആ ഹോസ്പിറ്റലിൽ IP ഫാർമസിയിൽ കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ ഫാം D അല്ലെങ്കിൽ M.Pharm ഒക്കെ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ അവിടെ കിട്ടുള്ളൂ. പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. എനിക്ക് IP ഫാർമസിയിൽ ജോലി കിട്ടി. അങ്ങനെ മാതാവ് അത്രയും വലിയ അനുഗ്രഹം തന്നിട്ട് എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് വീട് മാറേണ്ട ഒരു സാഹചര്യം വന്നു. എൻ്റെ ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്ക് വീട് നോക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഹസ്ബൻഡ് 1-2 മാസമായിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് വീടൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇറങ്ങേണ്ട ദിവസം ഉച്ചയായി, വീട് കിട്ടിയിട്ടില്ല. വൈകിട്ടായി. ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള അവസ്ഥയായപ്പോഴത്തേനും ഞങ്ങളവിടെ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, മാതാവിനോട് പ്രാർത്ഥിച്ചു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞു വീടായെന്ന്. 3 റൂമും 2 ബാത്റൂമും ഒക്കെയുള്ള ഒരു ഫ്ലാറ്റ് ഞങ്ങൾക്ക് മാതാവിൻ്റെ മാധ്യസ്ഥം വഴി അനുഗ്രഹിച്ചു തന്നു. അതിനുശേഷം ഞങ്ങൾ അങ്ങോട്ടേക്ക് മാറി. അപ്പോഴേക്കും എൻ്റെ കുഞ്ഞിൻ്റെ ഡെലിവറി കഴിഞ്ഞ് എൻ്റെ അമ്മ അവിടെ നോക്കാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ അമ്മയാണ് എനിക്ക് ഈ ഉപ്പും തൈലവും ഒക്കെ കൊണ്ടുവന്ന് തന്നത്. ഞങ്ങളുടെ ആൻറ്റി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അതുവഴിയിട്ടാണ് അമ്മയ്ക്ക് ഈ ഉടമ്പടി ഉപ്പും തൈലവും കിട്ടിയത്. അതാണ് എനിക്ക് കൊണ്ടുവന്ന് തന്നത് കുറച്ച്. അങ്ങനെ അമ്മ പോകാനായി കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് ഒരു ആയേനെ തപ്പേണ്ടി വന്നു കുഞ്ഞിനെ നോക്കാൻ വേണ്ടി. കാരണം ഞാൻ ഹസ്ബൻഡും ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഹസ്ബൻഡ് നേഴ്സാണ്, ആളും ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിനെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അബുദാബിയിലാണ് താമസിക്കുന്നത്. അപ്പം അവിടെ ഡേ കെയർ ഉണ്ട്. പക്ഷേ ചെറിയ കുഞ്ഞാണ്, 6 മാസമായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ വിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ അയ്യനെ നോക്കുമായിരുന്നു. അങ്ങനെ ഞാനും മമ്മിയും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അന്ന് മുഴുവനും ഞങ്ങളിരുന്ന് പ്രാർത്ഥിച്ചു. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹസ്ബൻഡ് അന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഞങ്ങൾക്കൊരു നമ്പർ തന്നു. ആ നമ്പറിൽ ഞങ്ങൾ ഒരു ചേച്ചീനെ കോൺടാക്റ്റ് ചെയ്തു. ഞങ്ങൾക്ക് ആ ചേച്ചിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾ വെറുതെ വിളിക്കുകയാണ് ആ ചേച്ചീനെ. അങ്ങനെ ആ ചേച്ചീനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആ ചേച്ചി ഞങ്ങളോട് വരാമെന്ന് സമ്മതിച്ചു. ഞങ്ങളോട് പ്രത്യേകിച്ച് ഒരു ഡിമാൻഡും പറഞ്ഞില്ല. ആ ആൾ മമ്മി പോയതിൻ്റെ പിറ്റേ ദിവസം തന്നെ ആ ആൾ ഞങ്ങൾക്ക് വരികയും ഇപ്പം എൻ്റെ 2ാമത്തെ കുഞ്ഞായി. ഇപ്പോഴും ആ ചേച്ചി തന്നെയാണ് വീട്ടിൽ ഞങ്ങളെ നോക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവർ കൊറോണ ടൈമിൽ ഒരുപാട് നേഴ്സിനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ലോങ് ടൈം കെയർ ആണ്. അപ്പോൾ അവിടെ ഒരുപാട് നേഴ്സ് കൂടുതലാണ്. അതായത് പേഷ്യൻസിനനുസരിച്ച് അവിടെ നേഴ്സുമാർ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലെ നേഴ്സിനെയൊക്കെ വേറെ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിട്ടു, വേറെ വേറെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു, അവരുടെ തന്നെ ബ്രാഞ്ചിൽ. അപ്പം എൻ്റെ ഹസ്ബൻഡിനെയും വേറെ ഒരു ബ്രാഞ്ചിലേക്ക് വിട്ടു. അവിടെ ആളൊട്ടും കംഫർട്ടായിരുന്നില്ല, ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു യാത്ര ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ സാക്ഷ്യങ്ങൾ കേട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ആളെ മാത്രം അവരുടെ ഇൻചാർജ് ഇടപെട്ട് പഴയ സ്ഥലത്ത് തന്നെ കൊണ്ടുവന്നു. ബാക്കി ആരെയും തിരിച്ചു കൊണ്ടുവന്നില്ല, ആളെ മാത്രം അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഞാൻ ഈ ഓൺലൈൻ ഉടമ്പടിയിൽ ആയിരിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു എൻ്റെ 2ാമത്തെ കുഞ്ഞിൻ്റെ ഡെലിവറി. അവിടെ ശരിക്കും ഇൻഷുറൻസിൻ്റെ അണ്ടറിലാണ് മെഡിസിൻ തരുന്നതും സർജറീസും ഡെലിവറിയൊക്കെ നടക്കുന്നത്. ആ സമയത്ത്
അതുവരെ ഉണ്ടായിരുന്ന ഇൻഷുറൻസ്, ഞാൻ ആ ഡെലിവറി അവിടെ അഡ്മിറ്റായി ഞാൻ ട്രിപ്പിട്ട് കിടക്കുന്ന ആ സമയത്ത് അവർ പറയാണ് ഇൻഷുറൻസ് റിജക്റ്റ് ആയെന്ന്. ശരിക്കും ആ സമയത്ത് ടെൻഷനെ പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റാത്തതായിരുന്നു. പക്ഷെ എനിക്ക് ആ സമയത്ത് പേടിയൊന്നും തോന്നിയില്ല. കാരണം ഞാൻ ഉടമ്പടി തൈല ഉപ്പുമൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ആ ഉപ്പിട്ട് അവിടെ പ്രാർത്ഥിച്ചു, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ പ്രാർത്ഥിച്ചു. അങ്ങനെ രാവിലെ ഇപ്പോൾ ഒരു 10 മണിക്ക് ഞാൻ അഡ്മിറ്റ് ആയതാണ്. ഉച്ചയായിട്ടും അത് ശരിയായിട്ടുണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു ചോദിച്ചു, അവർ ഒന്നും നടപടിയായിട്ടില്ല, അവർക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഉച്ച കഴിഞ്ഞൊരു 2 മണിയൊക്കെ ആയപ്പോഴത്തേനും എങ്ങനെയാണെന്നറിയത്തില്ല, റിജക്ഷനൊക്കെ മാറ്റി അത് അപ്രൂവലായിട്ട് മാറി. അങ്ങനെ മാതാവ് അവിടെ ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇത്രയും അനുഗ്രഹം തന്ന ഈശോയ്ക്കും കൃപാസന മാതാവിനും നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങൾ ചെയ്യാറെന്ന് പറയുന്നത്, ഞങ്ങളുടെ ചെറുപുഴയിൽ അവിടെ വൃദ്ധസദനമുണ്ട്. ഞങ്ങളവിടെ എല്ലാ പ്രാവശ്യവും ഫുഡ് വാങ്ങിച്ച് നൽകാറുണ്ട് അവിടുത്തെ ആൾക്കാർക്ക്. പിന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടുത്തെ സിസ്റ്റേഴ്സിനെ ചോദിച്ചിട്ട് അത് വാങ്ങി നൽകാറുണ്ട്. പിന്നെ ഞങ്ങൾ അബുദാബിയിൽ വർക്ക് ചെയ്യുന്നത് കാരണം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വരുന്ന ഒരുപാട് പേര് ഞങ്ങളോട് അവിടെ വിസിറ്റിംഗ് വിസ വന്നതിന് ശേഷം ജോലി കണ്ടെത്തി തരാമെന്ന് ചോദിക്കുന്നുണ്ട്. അവരെല്ലാം ഞങ്ങൾ അവിടുന്ന് സഹായിക്കാറുണ്ട്. ജോലി കിട്ടുന്നിടം വരെ ഞങ്ങൾ അവർക്ക് എവിടേക്കെങ്കിലും യാത്ര ചെയ്യാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിലോ ഞങ്ങൾ സഹായിക്കാറുണ്ട്. പിന്നെ സാക്ഷ്യങ്ങൾ കേൾക്കും, അത് ഷെയർ ചെയ്യും. അച്ഛൻ്റെ ടോക്സ് കേൾക്കും, അത് ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ചായി ഉടമ്പടിയിൽ നിന്ന് ഓൺലൈൻ ഉടമ്പടി ആയതുകൊണ്ട് കുറച്ച് ദൈവത്തിൽ നിന്ന് അകന്നു തോന്നിയപ്പോഴാണ് ഇപ്പോൾ തിരിച്ച് പിന്നെയും വന്ന് തീർത്ഥാടന ഉടമ്പടി ചെയ്ത്, സാക്ഷ്യം പറയണമെങ്കിലും തീർത്ഥാടന ഉടമ്പടി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് തീർത്ഥാടന ഉടമ്പടി ചെയ്ത് ഇനിയും ഈശോയുടെ മാതാവിനോടും കൂടെ ചേർന്ന് ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മാതാവിനുള്ള അനുഗ്രഹം എനിക്ക് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ മഹത്വം, യേശുവേ നന്ദി. എൻ്റെ പേര് അന്ന തോമസ്, ഇതെൻ്റെ ഭർത്താവ് തോമസ്. ഞങ്ങൾ പാലായിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ 2018 3-ാം മാസമാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം ഞാൻ 3 പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം ഇപ്പം സാക്ഷ്യം പറയാൻ ഈ പുണ്യപ്പട്ടി അൾത്താരയിൽ ഈ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് എനിക്ക് സാക്ഷിയാകാൻ സാധിച്ചതിൽ അമ്മയ്ക്ക് നന്ദി പറയുക. ഒന്നാമതായി എൻ്റെ ഭർത്താവിന് അടിവയറ്റിലൊരു മുഴയുണ്ടായിരുന്നു. അപ്പം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം എനിക്കിപ്പം ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കേ ഉള്ളതുകൊണ്ടും പിള്ളേരിവിടെ ഇല്ലാത്തതുകൊണ്ടും ഞാൻ ഓപ്പറേഷൻ ചെയ്യരുതേ അമ്മയെന്ന് മാതാവിൻ്റെ ഞാൻ ഉടമ്പടി പ്രാർത്ഥനയും ഉടമ്പടി ജീവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അമ്മയോടാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. അപ്പം അമ്മയെ അത് ചെയ്യരുത്, എനിക്ക് അതൊക്കെ ചെയ്താൽ എനിക്ക് ഒറ്റയ്ക്കേ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ സംസാരിച്ചിരുന്നപ്പോൾ സ്കാനിങ്ങിന് കയറ്റിയപ്പോൾ അത് മുഴ അമ്മ എടുത്ത് മാറ്റിയേക്കണേന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ മുഴ അവിടെ ഇല്ലെന്ന് പറഞ്ഞു ഡോക്ടർ. അങ്ങനെ അതൊന്ന് മാറി. പിന്നെ ഈ ഇടയ്ക്ക് പ്രഷർ കൂടിയപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പ്രഷർ കൂടുതലായിരുന്നു, നെഞ്ചിടിപ്പ് കുറയുന്നില്ലായിരുന്നു, നെഞ്ച് ഭയങ്കരമായിട്ട് ഇടിച്ചിടിച്ചിരുന്നു. 2 പ്രാവശ്യം ECG എടുത്തിട്ടും പ്രഷർ കൂടുതലാണ്, ഇതെന്ത് പറ്റി, ഭയങ്കരമായിട്ട് നെഞ്ചിടിക്കുന്നല്ലോ എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ നിങ്ങൾ 1 മണിക്കൂർ ഒബ്സർവേഷനിൽ പോയിരിക്കുക, എന്നിട്ട് അതിനൊന്നുകൂടെ ECG എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഒബ്സർവേഷനിൽ ഇരുന്നു. അത്രയും സമയം അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അമ്മ ഇനി എടുക്കുമ്പോൾ ആ നെഞ്ചെടുപ്പ് കുറയണം. ECG എടുത്ത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഇപ്പം എന്ത് പറ്റി, നന്നായിട്ട് കുറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അതും മാതാവ് മാറ്റി തന്നതാണ്. പിന്നെ ഞങ്ങൾക്കൊരു വീട് വിൽക്കാൻ ആഗ്രഹിച്ചു. ഞങ്ങൾ താമസിച്ച വീടാണ്, കുറച്ച് കടബാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വിറ്റാൽ സാധിക്കും. അപ്പം പൈസയ്ക്ക് ഉള്ള ആവശ്യങ്ങൾ കൊണ്ട് തന്നെ വിൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് 5 വർഷമായിട്ടും അത് വിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ലായിരുന്നു. ഓരോരുത്തർ പോകുന്നതല്ലാതെ പിന്നെ ആരും വരത്തില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഞാനിവിടെ ജോസഫച്ചൻ്റെ എല്ലാ ചൊവ്വാഴ്ചയുള്ള പ്രാർത്ഥന ഞാൻ കൂടും. അത് കൂടിയാലേ നമ്മുടെ എല്ലാ കാര്യങ്ങളും സാധിക്കും. അച്ഛനല്ലേ അത് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് നല്ല വ്യക്തമായി, നല്ലതായിട്ട് ശ്രദ്ധിച്ച് അതിൽ തന്നെ ശ്രദ്ധിച്ച് കൂടുമ്പോൾ എല്ലാം നമുക്ക്
മനസ്സിലാവും. അപ്പം ഞാൻ അച്ഛൻ പറഞ്ഞു, ഉപ്പ് നിങ്ങളുടെ വീട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വിൽക്കാൻ ആഗ്രഹിക്കുന്നുള്ളവർ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഉപ്പെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പെരയുടെ 4 മൂലയ്ക്ക് വിടണമെന്ന് ഇങ്ങനെ അച്ഛൻ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ അതുപോലെ തന്നെ ചെയ്ത്, അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി പേര് വന്നു. പിന്നെ വന്നവരൊക്കെ പിന്നെ വന്ന ഒരു കൂട്ടർക്ക് ഞങ്ങളുടെ വീട് തന്നെ മതി, നിങ്ങളുടെ വീട്ടിൽ കയറിയിട്ട് ഭയങ്കര ഒരു ദൈവാനുഗ്രഹമായിട്ടാണ് ഞങ്ങൾക്ക് കാണുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വീട് മതിയെന്നും പറഞ്ഞ് ഒരു കൂട്ടർ എടുത്ത് അങ്ങനെ ഞങ്ങളത് വിറ്റതിന് ശേഷം ഞങ്ങളൊരു വീട് വാങ്ങിക്കാൻ ആഗ്രഹിച്ചിട്ട് പെട്ടെന്നൊന്നും നടന്നില്ല. അത് പോയി കാണുന്നിടത്തൊന്നും ഞങ്ങൾക്ക് അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയാണ് വീട് എനിക്ക് വിപ്പിച്ചൊക്കെ തന്നത്, അമ്മ തന്നെ എനിക്കൊരു വീട് തരണമെന്ന്. അങ്ങനെ അമ്മ തന്നെ എനിക്ക് നല്ലതായിട്ട് ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ 2-3 പ്രാവശ്യം വീട് വിൽക്കും വാങ്ങിക്കുകയൊക്കെ ചെയ്തെങ്കിൽ ഞങ്ങൾക്ക് അതുപോലൊരു ഭവനം കിട്ടിയിട്ടില്ല. ഞാൻ വീട് കണ്ടപ്പോൾ അമ്മ തന്നെ പറയുക, ഞാനായി വീട്ടിലോട്ട് കയറി പോകുന്നതെന്ന് പറഞ്ഞ്. അപ്പം എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഞാൻ ചുറ്റോടി ഇട്ട് നോക്കിയിട്ട് അമ്മേനെ കാണുന്നില്ല. അപ്പം ഞാൻ വിശ്വസിച്ച് എനിക്ക് ആ വീട് മതിയെന്ന് പറഞ്ഞ് അങ്ങനെ മേടിച്ചൊരു നല്ലൊരു മനോഹരമായിട്ടൊരു ഭവനം അമ്മ തന്നു. പിന്നെ ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ചെയ്യുന്നത് പത്രമാണ്. പത്രം എല്ലായിടത്തും കൊണ്ടുവന്ന് ഞാൻ കൊടുക്കും. ആശുപത്രി, ക്യാൻസർ രോഗികൾ കിടക്കണം ആശുപത്രിയിലൊക്കെ കൊടുക്കും. പിന്നെ എനിക്ക് അങ്ങനെ പത്രം കൊടുക്കാൻ നാണക്കേടൊന്നുമില്ല. എല്ലാ റോഡിൽ ഉള്ള ഓട്ടോക്കാർക്കും റോഡിൽ കൂടി പോകുന്ന ഒരു പരിചയമില്ലാത്ത ആൾക്കാർക്കെല്ലാം ഈ പത്രത്തെക്കുറിച്ച് നല്ലത് തന്നെ പറഞ്ഞ് ഞാൻ കൊടുക്കും. അപ്പം ചിലവരൊക്കെ നമ്മളെ കളിയാക്കിയാലും ഒന്നും സാരമില്ല. എനിക്ക് ആ കളിയാക്കുമ്പോഴൊക്കെ സന്തോഷമേ ഉള്ളൂ. കാര്യം അതൊക്കെ ഈശോയും മാതാവൊക്കെ അനുഭവിച്ചതല്ലേ. അപ്പം നമ്മളും അതൊക്കെ കുറച്ചൊക്കെ അനുഭവിക്കണമല്ലോ. അതുകൊണ്ട് സാരമില്ലെന്നോർത്ത് എനിക്ക് ആ പത്രം കൊടുത്താണ് എല്ലാ കാര്യവും. അമ്മ വിളിക്കുമ്പോൾ വിളിയേക്കുന്നേ, പത്രം കൊടുക്കണം, അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ പ്രാർത്ഥന കൂടണം, അതിലൂടെ എല്ലാം നടക്കും. ഒരു കാര്യവും നമ്മളെ നടക്കാതിരിക്കത്തില്ല. പിന്നെ നമുക്കും ബുദ്ധിവേദനകളൊക്കെ ഉണ്ടാവും. അത് ദൈവം എല്ലാം ഒന്നും മാറത്തില്ലെന്ന് അച്ഛൻ ആരാധന പറയുന്നുണ്ടല്ലോ, അതുപോലെയാണ്. എന്നാലും ദൈവത്തോട് സ്നേഹിച്ച് ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ ഉറച്ച് നിന്ന് ദൈവത്തോടുള്ള സ്നേഹമാണ് ഉടമ്പടിയെന്ന് ആഗ്രഹിച്ചാണ് ഞാൻ ഉടമ്പടി ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് എൻ്റെ കാര്യം സാധിക്കാനല്ല. എൻ്റെ ഈശോയോടുള്ള സ്നേഹം, എൻ്റെ അമ്മയോടുള്ള സ്നേഹം, അതെൻ്റെ മരണം വരെ ഈ ഉടമ്പടി ഞാൻ ചെയ്ത് എപ്പോഴും ബൈബിൾ വായിക്കാൻ പറ്റും. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ ഓർക്കും അതൊക്കെ ചെയ്യണമല്ലോ എന്നോർത്ത് നമുക്കൊരു ഉത്സാഹം തോന്നും. അങ്ങനെ ഇപ്പം പ്രായമൊന്നും അതിനൊരു തടസ്സമൊന്നും ഇല്ല. എല്ലാ പ്രായത്തിലും നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയോട് ചേർന്നിരിക്കാം. നമ്മുടെ മക്കളോ നമ്മുടെ ഭർത്താവോ ഒന്നുമല്ല, ഈശോ നമ്മളെ സ്നേഹിച്ച് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. അതാണ് എനിക്ക് ഉടമ്പടിയോട് ഭയങ്കര സ്നേഹം. ഇത്രയും കാര്യങ്ങൾ എൻ്റെ മാതാവ്, പിന്നെ 1 വർഷത്തോളം എനിക്ക് പിസ്റ്റുല വന്ന് ഞാൻ വേദന അനുഭവിച്ച് ചോരയും പഴുപ്പും ഒക്കെയുടെ 1 വർഷത്തോളം ഞാൻ അനുഭവിച്ച് ഒരു മരുന്ന് ഞാൻ വാങ്ങിക്കാൻ പോയില്ല. മരുന്ന് വാങ്ങിക്കാമെന്നൊക്കെ എന്നോട് പലരും പറഞ്ഞെങ്കിലും ഞാൻ പോയില്ല. ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലമാണ് ഉപയോഗിച്ചത്. 1 വർഷം വരെ അത് ഞാൻ വേദന അനുഭവിച്ച് നടന്ന്, അമ്മേ എനിക്കിത് മാറ്റിത്തരണേന്നും പറഞ്ഞാൽ ഞാൻ ആ പത്രവും കൊണ്ടും നടക്കുമ്പോഴും ഒക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നേ. ആ പത്രം കൊടുക്കാൻ തന്നെ വലിയൊരു അനുഗ്രഹവും അത്ഭുതവും തന്നെയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഉടമ്പടി തൈലം പുരട്ടിയതിന് ശേഷം പിന്നെ എനിക്ക് ഇന്ന് വരെ അത് വന്നിട്ടുമില്ല, അത് മാറി. അതുപോലെ അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇങ്ങനെ ഇപ്പം 3ാമത്തെ പ്രാവശ്യവും ഇവിടെ ഈ പുണ്യപ്പെട്ട ആൾക്കാരെ എനിക്ക് സാക്ഷ്യം പറയാൻ കിട്ടിയ ഈ അവസരം ഞാൻ ഒത്തിരി 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 നന്ദി പറഞ്ഞാൽ തീരുന്നതല്ല. എങ്കിലും ഈ നന്ദിയെങ്കിലും നമ്മൾ പറയാതിരുന്നാൽ അത് നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു ഇഷ്ടക്കേടല്ലേ. ദൈവം നമുക്ക് ഒന്നും സാധിച്ചു തരത്തില്ല. അപ്പോൾ നമ്മൾ നന്ദി പറയണം. പറയാൻ മടിക്കൊന്നും വേണ്ട, പറയാം. യേശുവേ. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഞങ്ങളെ അമ്മയുടെ പ്രത്യക്ഷേന്ദ്ര സാക്ഷിയായി യേശുക്രിസ്തു നാമത്തിൽ ഉയർത്തിയതിന് അമ്മ മാതാവിനും തിരുകുമാരനും ഞങ്ങൾ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ജിനു, ഇതെൻ്റെ ഹസ്ബൻഡ് സാജൻ. ഞങ്ങൾ അങ്കമാലിയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ ഉടമ്പടി എടുത്തത് 9/5/2023 ഉടമ്പടി ഞങ്ങളെ പ്രാർത്ഥന എന്താണെന്ന് പഠിപ്പിച്ചു. ഞങ്ങൾ ഒരു യാക്കോബായ വിശ്വാസിയാണ്. ഞങ്ങളങ്ങനെ കൃത്യമായി പ്രാർത്ഥിക്കാറൊന്നുമില്ല. മൗനമായിട്ട് കിടക്കുന്നതിന് മുമ്പൊന്ന് പ്രാർത്ഥിക്കും, അതുപോലെ തന്നെ എഴുന്നേൽക്കുന്നതിന് മുമ്പൊന്ന് മൗനമായി പ്രാർത്ഥിക്കും. അത്രയായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. എന്നാൽ ഞങ്ങൾ ഉടമ്പടി എടുത്തു അന്നു മുതൽ എന്താണ് പ്രാർത്ഥന എന്നും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും അമ്മ മാതാവും തിരുകുമാരനും ഞങ്ങളെ പഠിപ്പിച്ചു.
അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ഒന്നിച്ചാണ്. ഞങ്ങൾ ഒന്നിച്ചുള്ള സമയത്തെല്ലാം കുടുംബ പ്രാർത്ഥന ഒന്നിച്ചാണ് ചെയ്യുന്നത്. ഉടമ്പടി വഴി എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയിൽ വലിയൊരു മിറാക്കിൾ സംഭവിച്ചു. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. അതെൻ്റെ ഹസ്ബൻഡ് എന്നെ വെളിപ്പെടുത്തും. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. എൻ്റെ പേര് സാജൻ. ഞാൻ MSc ഷിപ്പിംഗ് കമ്പനിയിൽ ക്യാബിൻ സ്റ്റ്യൂവർഡായിട്ട് വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ കോൺട്രാക്റ്റ് എനിക്കുണ്ടായ ഒരു അത്ഭുതമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എനിക്ക് രണ്ടാമത്തെ കോൺട്രാക്റ്റിൽ എനിക്ക് കിട്ടിയ സെക്ഷൻ വലിയൊരു സെക്ഷനായിരുന്നു, 20 ക്യാബിനായിട്ട്. എനിക്ക് 8 മാസത്തെ കോൺട്രാക്റ്റായിരുന്നു. അപ്പോൾ ആ സെക്ഷനിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരുന്നു. 1 മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആ സെക്ഷനിൽ നിന്ന് കംപ്ലയിൻറ്റ് വരികയും അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു. അപ്പോൾ ഞാൻ എൻ്റെ സൂപ്പർവൈസറോട് ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തു. സൂപ്പർവൈസർ എൻ്റെ സെക്ഷൻ മാറ്റാമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഒരു ദിവസം എനിക്ക് എൻ്റെ സെക്ഷനിൽ വലിയൊരു കംപ്ലയിൻ്റ് ഉണ്ടായി. അപ്പോൾ എൻ്റെ സൂപ്പർവൈസർ എന്നെ വിളിച്ചിട്ട് അതിനെപ്പറ്റി അന്വേഷിച്ചു. അപ്പോൾ സൂപ്പർവൈസർ ചോദിച്ചു, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ സെക്ഷനിൽ, കംപ്ലയിൻറ്റ് വരാനുള്ള കാരണം ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ കാരണം പറഞ്ഞു, ഞാൻ ഓൾറെഡി 4 മാസമായ സെക്ഷനിൽ ഞാൻ പലവട്ടം സൂപ്പർവൈസറോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സെക്ഷൻ മാറ്റാനായിട്ട്, പക്ഷേ അതിനൊരു നടപടിയും ഉണ്ടായില്ല. അപ്പോൾ എൻ്റെ പുതിയ സൂപ്പർവൈസർ എന്നോട് പറഞ്ഞു, നീ നിൻ്റെ സെക്ഷൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നിൻ്റെ ചീഫ് ഒന്ന് സെക്ഷൻ ചെക്ക് ചെയ്ത് നീ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിൻ്റെ സെക്ഷൻ മാറ്റാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സെക്ഷൻ നന്നായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം ഈവനിങ് ഞാൻ ഈ കാര്യം ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു. അപ്പോൾ വൈഫ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാനും പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാനിത് വൈഫിനോട് പറയുന്നത് ഒരു ശനിയാഴ്ചയാണ്. അപ്പോൾ വൈഫ് ചൊവ്വാഴ്ച പരിശുദ്ധ ഇവിടെ ഉടമ്പടി ധ്യാനമുണ്ട്. അപ്പോൾ വൈഫ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ചൊവ്വാഴ്ച. അപ്പം ഞാൻ തിങ്കളാഴ്ച വൈകിട്ട് ഓഫീസിൽ ചെല്ലുമ്പോൾ സൂപ്പർവൈസർ എന്നോട് പറഞ്ഞു, നീ കീ എടുക്കണ്ട, നിന്നെ സെക്ഷൻ മാറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കാരണം ചോദിച്ചപ്പോൾ കംപ്ലയിൻ്റ് ഒന്നുമല്ല, നിന്നെ വേറെ സെക്ഷനിലോട്ട് മാറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിൻ്റെ പുതിയ സെക്ഷൻ്റെ റിപ്പോർട്ട് കയ്യിൽ തന്നു. വലിയ അത്ഭുതം എന്ന് പറയട്ടെ, 20 ക്യാബിൻ ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്ന് എനിക്ക് വെറും 18 ക്യാബിനായിട്ട് 18 ക്യാബിനുള്ള ചെറിയൊരു സെക്ഷൻ കിട്ടി. അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും എളുപ്പം 18 ക്യാബിൻ, എനിക്ക് എൻ്റെ ലിഫ്റ്റ് എല്ലാം അടുത്ത് തന്നെ. എൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഫ്രണ്ടിൽ തന്നെ. എനിക്ക് ഹൗസ് കീപ്പിംഗ് ഓഫീസിൽ പോകാൻ എളുപ്പം, എൻ്റെ ക്യാബിലോട്ട് പോകാനായിട്ട് എളുപ്പം, എല്ലാം എളുപ്പം. മുമ്പ് എനിക്ക് എൻ്റെ ബാക്കിലായിരുന്നു സെക്ഷൻ. എനിക്ക് ബാക്കിൽ നിന്ന് ഫ്രണ്ട് വരെ നടക്കണമായിരുന്നു, ഓഫീസിൽ പോകാനാണെങ്കിലും എൻ്റെ ക്യാബിലോട്ട് പോകണമെങ്കിലും. ഇത് വലിയൊരു അത്ഭുതമാണ്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഒരു ദിവസം മുന്നേ, അതും ഇതിലെ മെയിൻ കാരണം എനിക്ക് സെക്ഷൻ റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ഓൾറെഡി 3 മാസം കഴിയുമ്പോൾ സൂപ്പർവൈസറോട് റിക്വസ്റ്റ് ചെയ്യണം. അത് നമുക്ക് ഇഷ്ടമുള്ളൊരു സെക്ഷൻ റിക്വസ്റ്റ് ചെയ്യും. ഇവിടെ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. സൂപ്പർവൈസർ എനിക്കൊരു സെക്ഷൻ തന്നിട്ട് ഇനി 4 മാസം നിൻ്റെ സെക്ഷൻ അതാന്ന് പറഞ്ഞു. അങ്ങനെ 4 മാസം എനിക്ക് വലിയ സെക്ഷനിലും 4 മാസം എനിക്ക് ചെറിയൊരു സെക്ഷനിലും വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. എന്നോട് ഹസ്ബൻഡ് പറയുന്നത് ശനിയാഴ്ചയായിരുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവിൻ്റെ ദിവസമാണ് ചൊവ്വാഴ്ച, അന്ന് ഉടമ്പടി ധ്യാനം നടക്കുന്ന ദിവസമാണ്. അമ്മ മാതാവ് എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന ഷിപ്പിൽ പോയി. അമ്മ മാതാവ് സഞ്ചാരി മാതാവാണല്ലോ, അമ്മ മാതാവിന് സാധിക്കും അത്. അമ്മ മാതാവ് എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന ഷിപ്പിൽ പോയി എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി സൂപ്പർവൈസറോട് റിക്വസ്റ്റ് ചെയ്യണം ആ സെക്ഷൻ മാറ്റിക്കിടുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ മുട്ടിപ്പായി മാതാവിനോട് പ്രാർത്ഥിച്ചു, ജപമാലയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ചോദിച്ച ഒരു ദിവസത്തിന് മുമ്പേ തിങ്കളാഴ്ച വൈകുന്നേരം ആയപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് സെക്ഷൻ മാറ്റി കിട്ടി. ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന സെക്ഷൻ വളരെ ഒരു ചെറിയ സെക്ഷനാണ്. ഇതാണ് എൻ്റെ ആദ്യത്തെ ഉടമ്പടി സാക്ഷ്യം. ഇത്രയും വലിയൊരു അനുഗ്രഹം അമ്മ മാതാ തന്നതിന് അമ്മ മാതാവും തിരുക്കുമാരനോടും കോടാനുകോടി നന്ദി പറയുന്നു. അടുത്ത എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ വന്ന സമയത്ത് എൻ്റെ ഒരു നിയോഗം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു ഭവനം വേണമെന്നായിരുന്നു. ഞങ്ങൾ അതിനായിട്ട് തയ്യാറെടുക്കുകയും ഞങ്ങൾ ഭവനം തുടങ്ങുന്നതിന് പ്ലാനെല്ലാം വരച്ചു. അതിനുശേഷം ഞാൻ ബാംഗ്ലൂരായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോയി. അപ്പോൾ ഈ ഭവനം പണിയുന്നിടയ്ക്ക് കുറേ തടസ്സങ്ങൾ ഞങ്ങൾക്ക് നേരിട്ടായിരുന്നു. പക്ഷേ അമ്മ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഭാഗമായിട്ട് 1.5 വർഷം കൊണ്ട് അമ്മ മാതാവ് 1 രൂപ പോലും കടമില്ലാതെ അമ്മ മാതാവ് ഞങ്ങൾക്ക് ഭവനം പൂർത്തിയാക്കാൻ സാധിച്ചു. അതിന് അമ്മ മാതാവിനോട് കോടാനുകോടി നന്ദി പറയുന്നു. ഭവനം പൂർത്തിയായതിന് ശേഷം ഞങ്ങൾക്ക് വീടിൻ്റെ നമ്പർ കിട്ടുന്നില്ലായിരുന്നു. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടൊരു പോക്കറ്റ് റോഡിൻ്റെ സൈഡിലായിരുന്നു. അപ്പം ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ട് മതിൽ കെട്ടിയെടുക്കുന്ന സമയത്ത്, ഫൗണ്ടേഷൻ കെട്ടുന്ന സമയത്ത് കുറച്ച് നാട്ടുകാർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ റോഡ് കയ്യേറി, നിങ്ങൾക്ക് മതിൽ കെട്ടാൻ സാധിക്കില്ല, ഇവിടെ വെച്ച് പണി നിർത്തണമെന്ന് പറഞ്ഞു.
അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും നാട്ടിലില്ല. ഞങ്ങളുടെ പപ്പയായിരുന്നു. അതിൻ്റെ പേരിൽ പപ്പയ്ക്ക് വയ്യായിക വന്നു, ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ട് വന്നു. അപ്പം ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ വെക്കേഷന് ക്രിസ്മസിൻ്റെ സമയത്ത് വന്ന സമയത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ആ റോട്ടിലിട്ടിരിക്കുന്ന കല്ലിൽ കുരിശ് വരച്ച് മാതാവിനോട് ഞങ്ങൾ പറഞ്ഞു, അമ്മ മാതാവാണ് ഞങ്ങൾക്കിത് വഴികാട്ടി തരേണ്ടത്, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അമ്മ മാതാവ് ഇത് ഞങ്ങൾക്ക് പ്രൂവ് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മുട്ടിപ്പായി ആ കല്ലിൽ 10 ദിവസം ഞങ്ങൾക്ക് വെക്കേഷൻ ഉണ്ടായിരുന്നു. 10 ദിവസം ഞങ്ങൾ കുരിശ്, ആ 2 ദിവസം മാത്രമേ ഞങ്ങളോട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചുള്ളൂ. അങ്ങനെ ഞങ്ങളോട് പഞ്ചായത്തിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ പഞ്ചായത്തുകാർ പറഞ്ഞു, നിങ്ങൾ ആരെക്കൊണ്ടാണോ സ്ഥലം അളപ്പിച്ചത് അയാളെ കൊണ്ട് വന്ന് തന്നെ സ്ഥലം വീണ്ടും അളപ്പിക്കണമെന്ന് പറഞ്ഞു. അതും കംപ്ലൈൻറ്റ് കൊടുത്ത ആളുകളുടെ മുമ്പിൽ വെച്ച് തന്നെ. അങ്ങനെ ഞങ്ങൾ അയാളെ വിളിച്ചു. അയാൾക്ക് തിരക്കായിരുന്നു, വരാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വിളിച്ചപ്പോൾ അയാൾ വരാമെന്ന് സമ്മതിച്ചു. അതും ഒരു ചൊവ്വാഴ്ചയായിരുന്നു. അയാൾ പറഞ്ഞ സമയം വൈകിട്ട് 4:30 അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, മാധവ് നമ്മുടെ കൂടെയുണ്ട്, കാരണം ഉടമ്പടി ധ്യാനം കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്ഥലം അളക്കാൻ അയാൾ വരുന്നത്. അങ്ങനെ അയാൾ ആ കംപ്ലൈൻറ്റ് ചെയ്ത ആളുകളുടെ മുമ്പിൽ വെച്ച് സ്ഥലം അളക്കുകയും ഞങ്ങൾ ഇത്ര സ്പേസ് വിട്ടിട്ടാണ് മതിൽ കെട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞ് അയാൾ മാതാവിൻ്റെ സാന്നിധ്യം വഴി ഞങ്ങൾക്കത് പ്രൂവ് ചെയ്ത് തന്നു. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്കത് പ്രൂവ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് വീടിൻ്റെ നമ്പറും അനുവദിച്ച് കിട്ടി, മതിൽ കെട്ടാനും സാധിച്ചു. ഇത്രയും നല്ല അമ്മദാനം നന്ദി പറയുന്നു. അടുത്ത എൻ്റെ സാക്ഷി എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ വർഷം ഇതേ സമയം മാർച്ചിൽ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് മാർച്ച് മാസത്തിൽ തന്നെ എൻ്റെ റൈറ്റ് ബ്രസ്റ്റിന് ഭയങ്കരമായിട്ടൊരു വേദന വന്നു. അത് എന്താണെന്നറിയില്ല, കുനിയുമ്പോഴൊക്കെ എനിക്ക് സൂചി കുത്തുന്ന വേദനയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഹസ്ബൻഡ് എൻ്റെ കൂടെ ഇല്ല, ഹസ്ബൻഡ് ഓൾറെഡി ജോയിൻ ചെയ്തിരുന്നു. ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാൻ അമ്മയുടെ ഉടമ്പടി എടുത്ത മകളാണ്, അമ്മ മാതാവ് തന്നെ എനിക്ക് സംരക്ഷണം നൽകണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഞാൻ കേൾക്കുന്ന എല്ലാ സാക്ഷ്യങ്ങളും ഇതുപോലെ ഈ ബ്രസ്റ്റിന് വേദന വന്നിട്ട് അവർ ഉടമ്പടി നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് അവർക്ക് സൗഖ്യം ലഭിച്ച സാക്ഷ്യങ്ങളായിരുന്നു. ആ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ ഇവർക്കെല്ലാവർക്കും അമ്മ മാതാവ് സൗഖ്യം നൽകുന്നുണ്ടല്ലോ, അമ്മ മാതാവേ ഞാനും അമ്മയുടെ ഉടമ്പടിയിലാണ്, എനിക്ക് അമ്മ മാതാവ് സൗഖ്യം നൽകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, വിശ്വാസ പ്രമാണം ചൊല്ലി, എൻ്റെ റൈറ്റ് ബ്രസ്റ്റിൽ ഞാൻ ഉടമ്പടി തൈലം കുരിശ് വെച്ച് പ്രാർത്ഥിച്ചു. കൃത്യം 1 വീക്ക് അതിനുള്ളിൽ അമ്മ മാതാവ് എനിക്ക് ആ വേദന പൂർണ്ണമായി മാറ്റി തന്നു. പിന്നെ അതിനുശേഷം എനിക്ക് ആ വേദന വന്നിട്ടില്ല. ഇതെല്ലാമാണ് എൻ്റെ ഉടമ്പടി സാക്ഷ്യങ്ങൾ. ആത്മീയമായിട്ട് ഒരുപാട് വളരാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ബൈബിൾ വായിക്കുന്ന ആളുകളല്ല. സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് സങ്കീർത്തനം ഏതെങ്കിലും ചെറിയൊരു അധ്യായം വായിക്കും, അത്രയേ ഉള്ളായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ എല്ലാ ദിവസവും അരമണിക്കൂർ ബൈബിൾ വായിക്കാൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്നതും. അതുപോലെ എവിടെയെങ്കിലും നമ്മൾ പുറത്തോട്ട് പോകുകയാണെങ്കിൽ തന്നെ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച് രണ്ടുപേരുടെ നെറ്റിയിൽ ഞങ്ങൾ കുരിശ് വരച്ചിട്ടാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. പിന്നെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞങ്ങൾ കേരളത്തിലും കർണാടകയിലുമാണ് ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തത്. ഇവിടുന്ന് ഞങ്ങൾക്ക് 3 മാസം കൂടുമ്പോൾ വരാൻ പറ്റില്ലായിരുന്നു. എപ്പോഴാണോ വെക്കേഷൻ കിട്ടുന്നത് ആ സമയത്ത് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ കന്നഡ പത്രവും മലയാള പത്രവും വാങ്ങിക്കൊണ്ട് പോകുമായിരുന്നു. പത്രം തീർന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനം എല്ലാവരും സാക്ഷ്യം പറയുമ്പോൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് മാത്രം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്താ മാതാവേ ചെയ്യുക? അപ്പം പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു, കന്നഡ ഞങ്ങൾക്ക് എഴുതാൻ അറിയില്ല, അപ്പം ഞങ്ങൾ ഇംഗ്ലീഷ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഞങ്ങളുടെ സ്വന്തം കൈ കൊണ്ട് എഴുതി മാതാവിൻ്റെ ഫോട്ടോ പ്രിൻ്റ് എടുത്ത് ഫ്രണ്ട് പേജിൽ ഒട്ടിച്ച് ആ ഫ്രണ്ട് പേജ് ഡിസൈൻ ചെയ്ത് ഞങ്ങൾ പള്ളിയിൽ ചെന്ന് ഓരോരുത്തർക്കും മാതാവിനെക്കുറിച്ച് പറഞ്ഞ് അവരുടെ നിയോഗം എന്താണ് നിങ്ങൾ വിഷമിക്കുന്ന ആ നിയോഗം മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നത്. കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത്, ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ ഓൾഡ് ഏജ് ഹോമിൽ പോവുകയും അവിടെ അമ്മച്ചിമാരോട് കുറേ നേരം സ്പെൻഡ് ചെയ്യുകയും അവർക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുകയും ചെയ്യും. അതുപോലെ ഒരു ദിവസം ഞങ്ങൾ ഓൾഡ് ഏജ് ഹോമിൽ പോയപ്പോൾ അമ്മച്ചി ഞങ്ങൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ കൊന്തയില്ല, എല്ലാവരുടെയും കയ്യിൽ കൊന്തയുണ്ട്, കൊന്ത ചെല്ലാനായിട്ട് എനിക്കൊരു കൊന്ത വാങ്ങി തരൂ എന്ന് ചോദിച്ചു. പിറ്റേ വട്ടം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ എല്ലാ അമ്മച്ചിമാർക്കും ഇവിടുത്തെ വെഞ്ചരിച്ച കൊന്തയും ആ കാശ് രൂപവും വാങ്ങി കൊടുത്തു. അതവർക്ക് വലിയ സന്തോഷമായി. അതുപോലെ തന്നെ ഞങ്ങൾ മെൻ്റൽ റിട്ടയർഡ് ആയിട്ടുള്ള അവിടെ ചെന്നപ്പോൾ അവർക്കത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ വായിക്കാൻ അറിയില്ല. അപ്പം ഞങ്ങളത് അവർക്ക് എഴുതി കൊടുത്ത് അവരോട് പറഞ്ഞു, ഇത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഇവിടുത്തെ ലോക്കറ്റ് ഞങ്ങൾ അവർക്ക് വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. പിന്നെ
ഞങ്ങൾ ബാംഗ്ലൂർ വക്കുന്ന സമയത്ത് അവിടെ പള്ളിയിൽ കുറേ ആളുകൾ ഭിക്ഷാടകരായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ഞങ്ങൾ മാസത്തിൽ 2 വട്ടം പോയി ഭക്ഷണം കൊടുക്കുകയും അതുപോലെ തന്നെ വസ്ത്രങ്ങൾ കൊടുക്കുകയും ചെയ്തു. ഇതെല്ലാമാണ് എൻ്റെ ഉടമ്പടി, പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനവും. ഉടമ്പടി വഴി അമ്മ മാതാവും തിരുകുമാരനും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ ജീവിതകാലം മുഴുവനും ഉടമ്പടിയിൽ ഞങ്ങൾ ഒന്നിച്ച് ഉടമ്പടിയിൽ ജീവിക്കണമെന്നാണ് ഞങ്ങളുടെ 2 പേരുടെയും ആഗ്രഹം.